നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കണിവെള്ളരിയാണ് കേട്ടോ. കണിവെള്ളരി നമ്മൾ പാകി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2-3 ആൾക്കാരല്ലാതെ വന്നിട്ടുണ്ട്. അതിൽ 2 പേര് ചോളമാണ്, പിന്നെ വെണ്ടയും ഉണ്ട്. അപ്പോൾ നമ്മളിത് അവരെ കാണുന്ന ചാക്കുകളിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മളിവിടെ ഇഞ്ചി നട്ട് വെച്ചിരിക്കുന്ന ചാക്കാണ്. എന്തായാലും അത് പെർമനൻ്റായിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ നടുന്ന സാധനം സൈഡിലേക്ക്, അതായത് വെള്ളരി സൈഡിലേക്കൊക്കെ പോകാൻ എളുപ്പമുള്ളത് കൊണ്ട് നമ്മൾ ഈ ചാക്കിൽ തന്നെ നടാമെന്ന് വിചാരിച്ചു. അപ്പം പാഴായിട്ടുള്ള ചീത്തയായിട്ടുള്ള വിത്തുകളൊക്കെ എടുത്ത് കളയുക. നമ്മളിത് പാകി മുളപ്പിച്ചിരിക്കുന്നത് പോട്ടിംഗ് മിക്സ്ചറിലാണ്. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചറിലാണ്. ചകിരിച്ചോറുണ്ട്. അപ്പോൾ അതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇതിലാണ് നമ്മൾ പാകി മുളപ്പിച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ചാക്കിലേക്ക് നടാൻ പോവാണ്. ഈ ചാക്കിൽ അതിനകത്ത് നമ്മൾ കരിയിലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ചാക്ക് തന്നെയാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു മണ്ണൊന്ന് ഇളക്കം കിട്ടാനായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നടുക. അപ്പോൾ നമ്മൾ വീണ്ടും അതിനകത്ത് പോട്ടിംഗ് മിക്സ്ചർ തന്നെ ഇടുകയാണ്. കാരണം ചാണകപ്പൊടിയും കാര്യങ്ങളുടെ ഒന്നുകൂടി ഒരു മണ്ണിന് ഇളക്കം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും പോട്ടിംഗ് മിക്സ്ചർ ഇട്ടിട്ടാണ് നമ്മളിതിനകത്ത് നടുന്നത്. നമ്മളിത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡിലായിട്ട് കത്തിരി തൈയും കൂടെ നടുന്നുണ്ട്. കാരണം ഈ വള്ളി പടർന്നു പോകുന്നല്ലേ, അത് അവിടെ തന്നെ നിൽക്കുന്നതല്ലോ, അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പടർന്നു പോകുമ്പോഴത്തേക്കും നമ്മളിതിന് കൊടുക്കുന്ന വളവും ഒക്കെ മറ്റുള്ളതിനും കൂടെ കിട്ടട്ടെ എന്ന് കരുതി കത്തിരി തൈയോടെ നമ്മൾ നട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ചെറിയൊരു സ്പേസ് ആണെങ്കിലും നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പല ചെടികളും നടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താങ്ക്